ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. രാവിലെ 4:45 തന്നെ എണീറ്റ് 6 മണി വരെ പ്രാർത്ഥിക്കും. പക്ഷേ 2 ദിവസമായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ. വീണ്ടും കിടന്നുറങ്ങുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴും എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. അത് കാരണം പിന്നെയും ഇരുന്ന് ബോറടിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത കാരണം പിന്നെയും ഞാനും കിടന്നുറങ്ങും. അങ്ങനെ പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. 1-2 മണിക്കൂറത്തേക്ക് തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. നമുക്ക് ജോലിയൊന്നും നല്ലപോലെ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ നമ്മുടെ രാവിലത്തെ വർക്കെല്ലാം ഒരുപാട് ലേറ്റാവും ഇങ്ങനെ ഉറങ്ങുന്ന കാരണം. അങ്ങനെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അത് ഇനി മാറ്റിയെടുക്കണം. നേരത്തെ തന്നെ എണീറ്റെല്ലാം ചെയ്യണം. അങ്ങനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഇനി നമുക്ക് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കണം. രാവിലത്തേക്ക് ഞാൻ കുറച്ച് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലയും വെള്ളത്തിലിട്ടപ്പോൾ അപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ലൈറ്റായിട്ടൊന്നും നമ്മുടെ വീട്ടുകാർക്ക് പറ്റത്തില്ല. കുഞ്ഞ് ലൈറ്റ് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വയറ് നിറയാത്ത അവസ്ഥയാണ്. അത് കാരണം അപ്പവും കടല, ദോശ, സാമ്പാർ, ഇഡ്ഡലി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കുട്ടികൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഹസ്ബൻഡിനാണ് മെയിനായിട്ട്. രാവിലത്തെ ഫുഡ് നല്ലപോലെ വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ തട്ടിക്കൂട്ടലും ഉണ്ടാകാറുണ്ട്. ഇത് അപ്പത്തിന് അരച്ച് വെച്ച മാവ് പുളിച്ചിട്ടുണ്ട്. കടലയും വെള്ളത്തിലിട്ടുണ്ട്. അതും കുതിർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് കുക്കറിലോട്ടാക്കിയിട്ട് അപ്പം ചുട്ടെടുക്കാം. കടലക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പ് കുറവായിട്ട് തോന്നി. അപ്പം ഞാനത് കാരണം കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പം നല്ല കൊഴുപ്പുണ്ടാകും. ഞാൻ സാധാരണയായിട്ട് തേങ്ങ വറുത്തരച്ച് ചേർക്കാറുണ്ട്. വറുത്തരയ്ക്കാതെ അല്ലാതെ തന്നെ പച്ചയ്ക്ക് കുറച്ച് തേങ്ങയും പെരുംജീരകവും കൂടെ അരച്ച് നമ്മൾ മസാല വരട്ടുമ്പോൾ അതിലിട്ട് ചേർത്തും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ല. കുറച്ച് കടല തന്നെ എടുത്ത് അരച്ച് ചേർത്തത്. കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത് കാരണം കറി കുറച്ച് ഗ്രേവി കൂടിയതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അപ്പവും കടലയും ഒക്കെ റെഡിയായി. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലല്ല, ഇത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കേട്ടോ. നമ്മുടെ സ്വന്തം വീടുണ്ട്. സ്വന്തം വീടുണ്ടായിട്ടും വാടകയ്ക്ക് താമസിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അത് ബിൽഡിങ്ങിലാണ് കേട്ടോ. അത് കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര മടിയാണ്. ഇത് കുറച്ച് താഴത്തെ റൂമാണ്. എനിക്ക് ചെടികൾ നടാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇത് തന്നെയാണ്. പിന്നെ നാട്ടിലും വീടുണ്ട് സ്വന്തമായിട്ട്. അപ്പം നാട്ടിലും ഇവിടെയും സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നാട്ടിലുള്ള വീട് നല്ല സൗകര്യമുള്ള വീടൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു റൂമും കിച്ചണും ഹാളുമായിട്ടുള്ള ഇതിലാണ് താമസിക്കുന്നത്. ഒരുപാട് വലിയ വീടൊക്കെ എടുക്കുമ്പം വാടക കൂടുതലാകാറുണ്ട്. ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരും മാറിയപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിച്ച് നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പെയിൻ്റ് അടിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ എത്രയാണോ വാടക കിട്ടുന്നത് അത് മേടിച്ച് നമ്മളിവിടെ താമസിക്കുന്നിടത്തേക്ക് കൊടുക്കുകയാണ് പതിവ്. ഇവിടെ നിന്ന് പോകാത്തതിനൊരു കാരണം വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ട്യൂഷനും കുട്ടികൾക്കൊക്കെ വരാനും സൗകര്യം താഴത്തെ റൂം ആയതുകൊണ്ടാണ് കൂടുതലും അങ്ങോട്ട് പോകാത്തത്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുത്ത വീടാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ അതിശയം തോന്നാറുണ്ട്. പണ്ട് ഞാൻ ഇതുപോലൊരു വീഡിയോ കണ്ട് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ അത് ഡ്രോയിങ് ചെയ്യുമായിരുന്നു ദിവസവും. 2 ഫ്ലോറിൻ്റെ ഒരു ബംഗ്ലാവ് ടൈപ്പ് വീട് ഞാനിങ്ങനെ ഡ്രോ ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും അതെനിക്ക് കിട്ടിയ അന്നേരമൊന്നും എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഇത് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നേടിയെടുത്ത വീടാണല്ലോ എന്ന് അത് സത്യമാണെന്ന് മനസ്സിലായത്. ഞാൻ ആദ്യമൊക്കെ താമസിച്ചിരുന്നു 1-2 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഒരു വീട്ടിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് ഈ വീട് കിട്ടുന്നതിന് മുമ്പുള്ള ഒരു വീട്ടിൽ അവിടുത്തെ ഉടമസ്ഥർ ഭയങ്കര നമ്മളെ
ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്യൂഷൻ എടുക്കുന്ന കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ, ഏകദേശം 1-2 മാസം ഞാനിങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ കിട്ടിയ വീടാണിത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അന്ന് എനിക്ക് മനസ്സിലായതാണത്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട്. പോസിറ്റീവായിട്ട് മൈൻഡിനെ വെച്ചുകൊണ്ട് അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. പുതിയ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. ഒരുപാട് വിശേഷങ്ങളുണ്ട്. പുതിയൊരു വീഡിയോയുമായി കാണാം.